നമസ്കാരം. വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. 110 kV ഹൈടെൻഷൻ ടവറിൽ നിന്നും കപ്ലർ പൊട്ടി കമ്പി താഴേക്ക് വീണു. കൃത്യമായ കാലയളവിൽ ഇൻസുലേറ്റർ കപ്ലർ മാറ്റി സ്ഥാപിക്കാത്തത് മൂലമാണിത് സംഭവിച്ചതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അപ്പോൾ ഇലക്ട്രിസിറ്റിക്കാരെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞപ്പോൾ KCBയിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ സെക്ഷനല്ല, ഇത് ആലപ്പുഴയിൽ നിന്ന് ആൾ വരണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ലൈൻ പൊട്ടി നമ്മുടെ വേറൊരു ലൈനിലാണ്, ഈ നമ്മുടെ സാധാരണ ലൈനിലാണ് ഇത് പൊട്ടി ടച്ച് ചെയ്ത് കിടന്നത്. അതിൻ്റെ പേരിലാണ് ഇത്തരം പ്രശ്നങ്ങളുണ്ടായത്. ഇപ്പോൾ കുറേ നാശനഷ്ടങ്ങൾ എല്ലാവർക്കും വന്നിട്ടുണ്ട്. മീറ്റർ എല്ലാവരുടെയും പോയി, TV പോയിട്ടുണ്ട്, മിക്സി അടിച്ച് പോയിട്ടുണ്ട്, ചാർജ് ചെയ്യാൻ പിന്നെ മൊബൈലിൻ്റെ ചാർജ് ചെയ്യാൻ കുത്തിയ ആൾക്കാർ ചാർജർ പൊട്ടിത്തെറിച്ചിട്ട് മുഖത്ത് പരിക്കേറ്റിയ ആൾക്കാർ വരെ ഇവിടെയുണ്ട്. ഈ ലൈൻ അവർ ഓഫ് ചെയ്തെന്നാണ് പറയുന്നത്. ആലപ്പുഴയിൽ നിന്നുള്ള ഒരു ലൈനാണ്. നമ്മൾ ഇലക്ട്രിസിറ്റി വിളിച്ച് പറഞ്ഞ് ഞങ്ങൾക്കുമായിട്ട് ഇത് ബന്ധമില്ല, ഇത് വേറെ സെക്ഷനാണ് എന്നാണ് പറയുന്നത് അവർ. പിന്നെ ഇലക്ട്രിസിറ്റിയിൽ ഞാൻ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ വരണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ വരികയില്ല, ഇത് അവർ ആലപ്പുഴയിൽ നിന്ന് വന്നിട്ട് അത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ലൈൻ താഴെ മുട്ടി നിൽക്കുകയാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് അവർ വന്ന് ഇത് ഓഫ് ചെയ്യുന്നത്. രാത്രിയിലായതിനാൽ വൻ ദുരന്തം ഒഴിവായി. 2 ടവറുകൾക്കിടയിലൂടെ പോകുന്ന LT ലൈനിലേക്ക് ഈ കമ്പി വീണത് മൂലം സമീപ പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് ഹൈ വോൾട്ടേജ് കയറി വീട്ടുപകരണങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി. പല വീടുകളിലും ഗൃഹോപകരണങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. തൈക്കാട്ടുശ്ശേരി കഞ്ഞിക്കുഴി ലൈനിൽ വാരനാട് ഭാഗത്ത് ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് സംഭവം. വിൻ മീഡിയ, ചേർത്തല.